എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു കർമൂസ കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ. കർമൂസ പപ്പായ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഉപ്പേരിയോ തോരനോ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. അതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കർമൂസ എടുത്തിട്ടുണ്ട്. താങ്ക്സ് ടു മഞ്ജു. ഇത് മഞ്ജു തന്നതാണ് എനിക്ക്. അപ്പോൾ എന്താണ് കണ്ടോ, നല്ല അടിപൊളി കർമൂസ. ഇതിൻ്റെ ഒരു പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ആദ്യം ഈ വിത്ത് മാറ്റി വെക്കാം. ഇത് ജെസിക്കുള്ളതാണ്. അപ്പോൾ അതൊരു ഭാഗത്തെടുത്ത് വെച്ചിട്ട് നമുക്കിത് തോല് ചെത്തി എടുക്കാം. തോല് എന്ന് പറയുമ്പോൾ നല്ലോണം ആ പച്ച തോല് നല്ലോണം ചെത്തി പോക്കണം കേട്ടോ. പോക്കിയിട്ട് കഴുകിയിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയുള്ളി എന്ന് പറഞ്ഞാൽ സാമാന്യം വലിപ്പമുള്ളൊരു വലിയുള്ളിയാണേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കർമൂസയിലേക്ക്. അതിലേക്ക് പിന്നെ 3 പച്ചമുളക് നീളത്തിൽ ചീന്തിയതും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ഞെരടി ചേർത്ത് കൊടുക്കാം. കാരണം ഉപ്പും മഞ്ഞളും മുളകിൻ്റെ എരിവും എല്ലാം എല്ലാവരുടെയും എത്തണമല്ലോ. അപ്പോൾ നല്ലോണം ചേർത്ത് കൊടുത്തതിന് ശേഷം ലേശം കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അതൊരു ഭാഗത്തിരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചീനച്ചട്ടി ചൂടാകുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കടലപ്പരിപ്പ് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉഴുന്ന് പരിപ്പ് ചേർത്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. കടലപ്പരിപ്പ് രണ്ടും കൂടി ചേരുമ്പോൾ നല്ല അടിപൊളി മണമായിരിക്കും. ആ മണം വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ്ചർ ഈ കുഴച്ച് വെച്ചതുണ്ടല്ലോ അതതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി ഈ വെളിച്ചെണ്ണയും കടുകും ഉഴുന്നും കടലപ്പരിപ്പും എല്ലാം എല്ലാ ഉപ്പേരീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് ഒരു 3-4 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലിട്ടിട്ട് മൂടി വെക്കാം. ആ കറിവേപ്പില അതിൻ്റെ ഉള്ളിൽ കിടന്ന് നല്ല മണം അതിൽ തന്നെ പിടിക്കും. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കണ്ട കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെള്ളം തോർന്ന് വരുമ്പം മീഡിയം ഫ്ലെയിമിലാണേ ഇടാവൂ. ലോ ടു മീഡിയം ഫ്ലെയിം നല്ലോണം ഒന്ന് ഇളക്കി. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാണുമ്പോൾ ഒരു ക്യാബേജിൻ്റെ ലുക്കില്ലേ, കണ്ടോ തണ്ട് നീട്ടിയിട്ട് നിൽക്കുന്ന. കറിവേപ്പില ഇടുമ്പോൾ ഞാനെപ്പോൾ തണ്ട് ഇടും. അതൊരിടങ്ങാറായെന്ന്, എന്നാലും അത് ഇട്ടുപോകും. അത് നല്ലോണം ഒന്ന് ഇളക്കി ചേർത്തിട്ട് ആ തേങ്ങയിലുള്ള വെള്ളം ഒന്ന് വലിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒന്ന് ഉപ്പ് നോക്കാം. നല്ലൊരു കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. റെഡി. പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി. അപ്പോൾ ഇതെല്ലാം പഴയ കാലത്ത് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.